Hi everyone, welcome to Grow Malayalam. 2025-26 യൂണിയൻ ബഡ്ജറ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം ടാക്സ് കട്ട് തൊട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സ്, അഗ്രികൾച്ചർ മുതൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, ഇന്നോവേഷൻ, അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾക്ക് ബഡ്ജറ്റ് അടിത്തറയിടുന്നുണ്ട്. പക്ഷേ ആർക്കായിരിക്കും ഏറ്റവും അധികം ബെനിഫിറ്റ്? ഏത് സെക്ടറിനായിരിക്കും ഒരു പുഷ് ലഭിക്കുന്നത്? അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് അടുത്തായിട്ട് എവിടെ നോക്കണം? അപ്പോൾ നമുക്കെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഈ ഒരു ബഡ്ജറ്റിലെ ആദ്യത്തെ മേജർ ഗ്രോത്ത് എഞ്ചിനായിട്ട് നിലനിൽക്കുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി, സ്റ്റോറേജ്, അതുപോലെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന ലോഞ്ച് ചെയ്തുകൊണ്ട് 100 ലോ പ്രൊഡക്ടിവിറ്റി ഡിസ്ട്രിക്ട്സ് അപ്ലിഫ്റ്റ് ചെയ്യാനും ക്രോപ്പ് ഇൻറ്റൻസിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ 1.7 കോടി കർഷകർക്ക് വായ്പ നൽകാനും ഈ ഒരു പദ്ധതി വഴി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതുകൂടാതെ മിഷൻ ഫോർ ആത്മനിർഭർ പൾസസ് വഴി ഡൊമസ്റ്റിക് പൾസ് പ്രൊഡക്ഷൻ കൂട്ടാനും ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ് റിസർച്ച് എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഇതുവഴി കർഷകർക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയന്റ് സീഡ് വെറൈറ്റീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നമ്മുടെ രാജ്യത്തിന്റെ എഡിബിൾ ഓയിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ സീഡ്സ് വഴി മസ്റ്റാർഡ്, സോയാബീൻ, അതുപോലെ തന്നെ പാം ഓയിലിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുവാണ്. അപ്പോൾ ഇതുവഴി ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് ഫാമേഴ്സിനും കൺസ്യൂമേഴ്സിനും ബെനിഫിറ്റ് ആവും. നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്സ് റിസർച്ച് എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഇതുവഴി കർഷകർക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയന്റ് സീഡ് വെറൈറ്റീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി കർഷകർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടിനായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ലിമിറ്റ് 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായിട്ട് കൂട്ടി. അപ്പോൾ ഇതുവഴി ക്രെഡിറ്റ് ലഭിക്കുന്നത് എളുപ്പമാവുകയും അതുപോലെ നിലവിലുള്ള ഏകദേശം 7.7 കോടി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് ഇത് ഉപകാരപ്പെടും. ഇനി മേജർ ഹൈലൈറ്റ് യൂറിയ പ്രൊഡക്ഷന്റെ എക്സ്പാൻഷനാണ്. പുതിയതായിട്ട് 12.7 ലക്ഷം മെട്രിക് ടൺ കപ്പാസിറ്റി യൂറിയ പ്ലാന്റ് ആസാമിൽ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ സെൽഫ് സഫിഷ്യൻസി ഉറപ്പുവരുത്താനായിട്ടാണിത്. അപ്പോൾ ഫിഷറീസ് സെക്ടേഴ്സിന് ബൂസ്റ്റ് ലഭിക്കുന്നതാണ്. സോ ഇത് ആൻഡമാൻ നിക്കോബാർ അതുപോലെ തന്നെ ലക്ഷദ്വീപിന് ബെനിഫിറ്റ് ആയിരിക്കും. ഇതുകൂടാതെ മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി വഴി ദീർഘകാല കോട്ടൺ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. സോ ഡയറക്ട്ലി കോട്ടൺ കർഷകരെയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കും ഇത് ബെനിഫിറ്റ് ആവും. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഗവൺമെന്റ് സെക്കൻഡ് ഗ്രോത്ത് എഞ്ചിനായിട്ട് കണക്കാക്കുന്നത് MSMEs ആണ്, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ ഇതിനായിട്ട് അവർ നോക്കിയേക്കുന്നത് MSMEസിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഇതിപ്പം 5 കോടിയിൽ നിന്ന് 10 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി അവർക്ക് ഫണ്ട് ലഭിക്കുന്നതൊക്കെ എളുപ്പമാകും ഇനി. അപ്പോൾ ഇതുകൂടാതെ മൈക്രോ എന്റർപ്രൈസസിനായിട്ട് കസ്റ്റമൈസ് ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 5 ലക്ഷം ലിമിറ്റോടെ. അപ്പോൾ 10,000 കോടിയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് വഴി സ്റ്റാർട്ടപ്പുകൾക്കും ബെനിഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ. ഇപ്പോൾ നാഷണൽ മാനുഫാക്ചറിംഗ് മിഷനും ഒരു പുഷ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 10,000 കോടിയുടെ അലോക്കേഷനോടെയാണ്. ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീമിന്റെ കീഴിൽ ഫുഡ്വെയർ അതുപോലെ ലെതർ സെക്ടറിലേക്ക് 4,000 കോടി അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ചില സ്പെസിഫിക് സെക്ടേഴ്സ് ലൈക്ക് ഇപ്പോൾ ടോയ്സ്, ഫുഡ്വെയർ അതുപോലെ ലെതറിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്ന ഡിസൈൻ കപ്പാസിറ്റി, ക്ലസ്റ്റർ ഡെവലപ്മെന്റ് അതുപോലെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് മെച്ചപ്പെടുത്താനാണ്. അപ്പോൾ ഇതുവഴി 4 ലക്ഷം കോടി ടേൺ ഓവർ അതുപോലെ 1.1 ലക്ഷം കോടി എക്സ്പോർട്ടാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതുവഴി 22 ലക്ഷം ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ലൊരു ബൂസ്റ്റ് ലഭിച്ചിട്ടുണ്ട്, മെയിൻലി ജൽ ജീവൻ മിഷൻ വഴി. അപ്പോൾ 2028 വരെ ഇത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ വഴി 15 കോടി വീടുകൾക്ക് കുടിവെള്ളം ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ റൂറൽ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും ഇനി. അപ്പോൾ റിന്യൂവബിൾ അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജിയിലേക്കും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് ന്യൂക്ലിയർ എനർജി മിഷൻ ലോഞ്ച് ചെയ്തതോടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ 2047 100 ജിഗാവാട്ട് ന്യൂക്ലിയർ പവറാണ് ടാർഗറ്റ് ചെയ്തത്. ഇതിനോടൊപ്പം അറ്റോമിക് എനർജി ആക്ട് അമെൻമെന്റ്സ് വഴി പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ലീൻ എനർജി ട്രാൻസിഷനിലേക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഇനി പവർ സെക്ടറിലേക്ക് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഓഗ്മെന്റേഷൻ വഴി ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. ഇനിയിപ്പം ഷിപ്പിംഗ് സെക്ടറിൽ ഗവൺമെന്റ് 25,000 കോടിയുടെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് ഷിപ്പ് ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാരിടൈം ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ UDAN റീജിയണൽ കണക്ടിവിറ്റി സ്കീം വഴി എയർ ട്രാവൽ ആക്സസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെയിൻലി റിമോട്ട് ഏരിയയിലേക്കായിട്ട് 120 പുതിയ ഡെസ്റ്റിനേഷൻ ഈ സ്കീം വഴി എക്സ്പാൻഡ് ചെയ്യും.
അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എക്സ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിൽ ഗവൺമെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സെക്ടറൽ ടാർഗറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള ഒരു മെയിൻ ഇനീഷ്യേറ്റീവ് ആണ് ഭാരത് ട്രേഡ് നെറ്റ്. ഇതുകൂടാതെ ഗവൺമെന്റ് എയർ കാർഗോ വെയർ ഹൗസിംഗ് അപ്ഗ്രേഡേഷൻ നടത്തും. അപ്പോൾ ഇത് ഹോർട്ടിക്കൾച്ചർ എക്സ്പോർട്സിന് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇതുകൂടാതെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾസ് അതുപോലെ റൂറൽ PHCയിലേക്ക് ഭാരത് നെറ്റിന്റെ കീഴിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത് ഫൈനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ റിഫോംസ് ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ സെക്ടറിനാണ് ഏറ്റവും വലിയൊരു ബൂസ്റ്റ് ലഭിച്ചേക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസിൽ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഇന്ത്യൻ ഇൻഷുറൻസ് ഫേംസിലേക്ക് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സിലേക്ക് പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിന്റെ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇനി ടാക്സ് പേയേഴ്സിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ന്യൂ പേഴ്സണൽ ഇൻകം ടാക്സ് റെജീമിലാണ്. ഫാമിലി 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇനി 0 ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇതുവഴി ഹൗസ് ഹോൾഡ് കൺസപ്ഷനും സേവിങ്സും കൂടും. അപ്പോൾ പുതിയ ഇൻകം ടാക്സ് ബില്ലൊക്കെ അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ അനാലിസിസ് ഒക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട സ്റ്റോക്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് മിസ്സായ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. പല അനലിസ്റ്റുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പോർട്സിനും ഡിഫൻസ്, റെയിൽവേ അതുപോലെ വാട്ടർ മാനേജ്മെന്റിൽ ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് വലിയ റോൾ നൽകുന്ന സെക്ടേഴ്സ് തന്നെയാണ് അല്ലേ. പക്ഷേ 2025-26 യൂണിയൻ ബഡ്ജറ്റ് ഈ ഒരു സെക്ടറിലേക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ കുറച്ചങ്ങ് കളഞ്ഞു. ഇതൊരു മെയിൻ സെക്ടർ ഡിസപ്പോയിൻമെന്റ് തന്നെയാണ്. ഇപ്പോൾ ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്ക് വലിയൊരു ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് മെയിൻ പ്രോജക്ട്സ് ഒക്കെ സ്ലോ ഡൗൺ ആകും. റെയിൽവേ സെക്ടറിലേക്ക് ഹൈ സ്പീഡ് കോറിഡോർ അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ ആയിട്ടുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പുതിയ അലോക്കേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ ഡിലേ ആവും. അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെന്റിലും ഇപ്പോൾ ജൽ ജീവൻ മിഷൻ അല്ലാതെ ഇറിഗേഷൻ അതുപോലെ തന്നെ ഫ്ലഡ് കൺട്രോളിനായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ സ്ട്രോങ് പോളിസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഗ്രോത്ത് ഡിലേ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാനൊക്കെ കാരണമാവും. പക്ഷേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോസ്റ്റ് ബഡ്ജറ്റ് പോളിസി അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പം, അതായത് സെക്ടർ സ്പെസിഫിക് അനൗൺസ്മെന്റ്സിനായിട്ട്. ഇനി നമ്മൾ ടാക്സേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെന്റ് ന്യൂ ടാക്സ് റെജിം കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂ ടാക്സ് റെജിം ഇപ്പോൾ ഡീഫോൾട്ട് ടാക്സ് റെജിം ആയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2023-24 72% ടാക്സ് പേസ് ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഡയറക്റ്റ് ടാക്സിലെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 12 ലക്ഷം വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ക്ലെയിം ചെയ്തുകൊണ്ട്. അപ്പോൾ സാലറിഡ് ഇൻഡിവിജ്വൽസിന് 75,000 രൂപ എന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോഴും വാലിഡ് തന്നെയാണ്. സോ ബേസിക്കലി അവർക്ക് 12,70,75,000 രൂപയ്ക്ക് 0 ടാക്സ് ആണ്. ഇപ്പോൾ ന്യൂ ടാക്സ് റെജിമിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. സോ 25 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 1,10,000 രൂപയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം. അപ്പോൾ നിലവിലെ ടാക്സ് റേറ്റ് അനുസരിച്ച് അവരുടെ ടാക്സ് ലെബിലിറ്റിയുടെ 25%. ഇതുപോലെ ന്യൂ റെജിമിൽ 12 ലക്ഷം വരെയുള്ള വരുമാനമുള്ളവർക്ക് 80,000 രൂപയുടെ ടാക്സ് റിഡക്ഷൻ ബെനിഫിറ്റ് ലഭിക്കും. ഇനി 18 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് 70,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യം, ഓൾഡ് റെജിമിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച പുതിയ ഇൻകം ടാക്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുകൂടാതെ യൂണിയൻ ബഡ്ജറ്റ് 2025 TDS അതുപോലെ TCS ലിമിറ്റ് റാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി നമുക്ക് ഡയറക്റ്റ് ടാക്സുള്ള മെയിൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ മുമ്പ് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് TDSഉം TCSഉം എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവും. ഇപ്പം ഇതുപോലെയുള്ള കംപ്ലയിൻസ് ഇഷ്യൂ ഒഴിവാക്കാനായിട്ട് TCS ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പാൻ ഇല്ലാത്ത കേസിൽ TDS ഡിഡക്ഷൻ കൂടുതലായിരിക്കും. ഇപ്പം ഒന്നിൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസുള്ള ടാക്സ് പേയേഴ്സിന് ഇപ്പം 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിന് ടാക്സ് റിലീഫ് ക്ലെയിം ചെയ്യാം വിതൗട്ട് എനി കണ്ടീഷൻ. ഇപ്പം ഒരുപാട് സീനിയർ സിറ്റിസൺസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പഴയ നാഷണൽ സേവിങ്സ് സ്കീം അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് നൽകാത്തതുകൊണ്ട് 2024 ഓഗസ്റ്റ് 29 ശേഷം നാഷണൽ സേവിങ്സ് സ്കീമിൽ നിന്നുള്ള വിഡ്രോവലിന് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് ചീപ്പായിട്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സ്പെൻസീവ് എന്നുള്ളതാണ് അല്ലേ. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2025-26 യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടാക്സ് റിലീഫ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ, ഡിജിറ്റൽ ഗ്രോത്ത് അതുപോലെ ഇൻഡസ്ട്രിയൽ സെൽഫ് റിലയൻസ് തമ്മിലുള്ള ഒരു ബാലൻസ് ആണ്. അപ്പോൾ ടാക്സ് എക്സംഷൻ ലിമിറ്റ് 12 ലക്ഷത്തിലേക്ക് കൂട്ടിയത് വഴി ഡിസ്പോസിബിൾ ഇൻകം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MSMEസിനും അഗ്രികൾച്ചർ അതുപോലെ മാനുഫാക്ചറിംഗിലേക്കും ഹയർ ക്രെഡിറ്റ് സപ്പോർട്ട് വഴി ഇക്കണോമിക് എക്സ്പാൻഷൻ സാധ്യമാണ്. ഇപ്പോൾ ടൂറിസ്റ്റ്, ബ്രോഡ്ബാൻഡ്, റിന്യൂവബിൾ എനർജി അതുപോലെ എക്സ്പോർട്ട് പോലത്തെ സെക്ടേഴ്സിന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫൻസ്, റെയിൽവേ അതുപോലെ വാട്ടർ മാനേജ്മെന്റിലേക്ക് വലിയൊരു അറ്റൻഷൻ ഈ ഒരു ബഡ്ജറ്റിൽ കൊടുത്തിട്ടില്ല. സോ ഈ ഒരു ബഡ്ജറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻസിൽ അത് നമ്മളോട് ഷെയർ ചെയ്യാം.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.